അപ്പോൾ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു മാച്ച് വരെയാണ്. ഇന്ന് രാത്രിയാണ് ആ മാച്ച്. കഴിഞ്ഞ കുറേ നാളുകളായി വേൾഡ് കപ്പിൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഏഷ്യ കപ്പ് പോലെയുള്ള കുറച്ച് ടൂർണമെൻറ്റുകൾ കളിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ അറിയാലോ, നമ്മുടെ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി. അപ്പോൾ ശ്രീലങ്കയിൽ തന്നെ എല്ലാത്തിനും റൂം കിട്ടാനില്ല. അതുപോലെ തന്നെ കിട്ടിയാൽ തന്നെ ഭയങ്കര റേറ്റായിരിക്കും. അതാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ. കാരണം എവിടെയാണ് നടക്കുന്നത് അവിടുത്തെ ലെവൽ തന്നെ മാറും. ഇന്നത്തെ മാച്ചെന്ന് പറയുമ്പോൾ മെയിൻ താരം എന്ന് പറയുന്നത് ഉസ്മാൻ താരിഖായിരിക്കും. കാരണം ഉസ്മാൻ താരിഖാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും ചർച്ചാ വിഷയം. പിന്നെ പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളി കഴിഞ്ഞ കുറേ കളികളായിട്ട് തുടർച്ചയായിട്ട് വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം പുള്ളി എങ്ങനെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ നേരിടും എന്നതിനെക്കുറിച്ചും ഒരാകാംക്ഷയുണ്ട്. അതുപോലെ തന്നെ നെറ്റ്സിലെ സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷനെ താരിഖിൻ്റെ അതേ രീതിയിൽ ആക്ഷനിൽ ബോൾ ചെയ്ത് കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ എന്താവുമെന്ന് നമുക്കറിയാം. സഞ്ജു നല്ലൊരു ടീമിലുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. എന്തായാലും ടീം ഇന്ത്യ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക.